ഡൊണാൾഡ് ട്രംപ് ഒരു കാലഘട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ്. ഡൊണാൾഡ് ട്രംപിനെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ടാണ് പൊതുവെ ആളുകളെല്ലാം വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ തന്നെ ചില നയങ്ങൾ ട്രംപ് കൊണ്ടുവരുമ്പോൾ അത് ട്രംപിൻ്റെ മാത്രം എന്തോ ഒരു പ്രത്യേകത എന്നുള്ള രീതിയിലാണ് ആളുകൾ സാധാരണയായിട്ട് അങ്ങനെ വിലയിരുത്തുന്നത്. അത് ഏതാണ്ട് പരിപൂർണമായിട്ട് തന്നെ അത് തെറ്റാണ്. ഇപ്പോൾ മറ്റൊരു കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു 2006 ഡൊണാൾഡ് ട്രംപിന് ഒരിക്കലും ആദ്യ പ്രാവശ്യം തന്നെ അധികാരത്തിൽ വരാൻ പറ്റില്ലായിരുന്നു. 2016 അദ്ദേഹം ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 20 അധികാരം പോകുന്നു കോവിഡിനിടയ്ക്ക്. അതിനുശേഷം 24 വീണ്ടും അധികാരത്തിൽ വരും. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചില സാമ്പത്തിക നയങ്ങളൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ടാരിഫ് തുടങ്ങിയ അതിഭയങ്കരമായ സാമ്പത്തിക നയങ്ങൾ. പിന്നെ യുദ്ധത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലോകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാം. പിന്നെ ട്വിറ്ററിലുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പ്രകടനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും പലയിടത്തും ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് മരിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇവിടെ ഇപ്പം നടക്കുന്നത് ഒരു എക്കണോമിക് റിയാലിറ്റിയുടെ ഒരു സൃഷ്ടിയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമേ നടക്കുന്നത് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് പുറകോട്ട് പോകണം. ഒന്നാമത് ഇതൊരു ഒപ്പീനിയനാണ്, ഇതൊരു അഭിപ്രായമാണ്. ഇതങ്ങനെ ഒരു യൂണിവേഴ്സിറ്റികൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല ഇതുവരെ. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ വിഷയമാകും. അതായത് പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ ഇവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ വിഷയമാകാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ഒരു 100 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലോകം മോഡേണിറ്റി ആധുനികത 1850കളിൽ തുടങ്ങി ലോകരാജ്യങ്ങളായി ഡിവൈഡ് ചെയ്ത് ലോകങ്ങൾ പരസ്പരം ട്രേഡ് ചെയ്തും യുദ്ധം ചെയ്തും ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ, ലോകരാജ്യങ്ങൾ അങ്ങനെ ഉണ്ടായി വരുന്ന കാലഘട്ടത്തിൽ ഈ റിസർവ് കറൻസി അഥവാ ഒരു ക്യാഷ് റിസർവ്, നിങ്ങളുടെ സമ്പത്തിന് ഒരു റിസർവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രധാനമായിട്ട് വരികയാണ്. അതായത് ഒരു പണക്കാരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം കുറച്ച് പണമുണ്ടാക്കി ആ പണം കച്ചവടത്തിനെ ഉപയോഗിക്കുകയും വിനിമയങ്ങൾക്കായി ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് മാറ്റി കുറച്ച് ഭാവിയിലേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ, കുറേ കാലത്തേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെ സൂക്ഷിക്കും, എങ്ങനെ സൂക്ഷിക്കും? അത് കറൻസിയിൽ സൂക്ഷിക്കുമോ, അത് സ്വർണത്തിൽ സൂക്ഷിക്കുമോ, വെള്ളിയിൽ സൂക്ഷിക്കുമോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പം ഒരു ആധുനികതയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് അത് ശരിക്കും ഒന്ന് ഒഫീഷ്യലായി വരുന്നത്. അപ്പോൾ ആ കാലഘട്ടം കംപ്ലീറ്റ് സ്വർണ്ണമായിരുന്നു ഇതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതാണ് ഈ ഗോൾഡ് റഷും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ സ്വർണ്ണമാണ് ഇതിനുള്ള ഒരു ഐറ്റമായിട്ട് നിലനിന്നിരുന്നത്. അതങ്ങനെ ചെന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിലെത്തുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോകമഹായുദ്ധത്തിലെത്തുന്നു. അത് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴേക്കും പൗണ്ടിന്, ബ്രിട്ടീഷുകാരുടെ പൗണ്ടിന് അതിനോട് തത്തുല്യമായ, സ്വർണത്തിനോട് തത്തുല്യമായ ഒരു നിലവാരം അങ്ങ് വരികയാണ്. അവിടെ നിന്നാണ് ഈ വാക്കൊക്കെ വരുന്നത്, പൗണ്ട് സ്റ്റെർലിംഗ് എന്ന് പറയുന്നത്. സ്റ്റെർലിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് ഒരു വളരെ പ്രസ്റ്റീനായത്, വളരെ മൂല്യമുള്ളതെന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പോൾ പൗണ്ട് സ്റ്റെർലിംഗായി മാറുകയാണ്, പൗണ്ടിന് അത്രയും മൂല്യമുണ്ടെന്നുള്ളത്. അത് ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് വരെയും അതങ്ങനെ നിൽക്കുകയും അവിടെ നിന്ന് ഇങ്ങനെ ആടി നിൽക്കുകയും രണ്ടാം ലോകമഹായുദ്ധ കാലമാകുമ്പോഴേക്കും പൗണ്ടിന് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സ്ഥാനം നഷ്ടപ്പെടുന്നത്? പൗണ്ട് എന്ന് പറയുന്ന കറൻസി എന്ന് പറയുന്നത് ലോകത്തിലുള്ള ഒട്ടനേകം അതായത് ജനവാസമുള്ള കേന്ദ്രങ്ങൾ മുഴുവനും അല്ലെങ്കിൽ ഒരു നല്ല പങ്കും ഒരു കൊളോണിയൽ രീതിയിൽ പിടിച്ചടക്കി വച്ചിരിക്കുന്ന സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കറൻസി. അതിനൊരു മൂല്യമുണ്ട് എന്ന് മാത്രമല്ല, അവർ കടമെടുത്ത് ജീവിക്കുകയുമല്ലായിരുന്നു ആ കാലത്ത്. അവർ ശരിക്കും പറഞ്ഞാൽ ഊറ്റി ജീവിക്കുകയായിരുന്നു. ഈ കൊളോണിയലിസം പ്രകാരം ഊറ്റി ജീവിക്കുകയായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ പൗണ്ടിന് സ്റ്റെർലിംഗ് എന്ന പേരുണ്ടാവുകയും പിന്നീട് ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാവുകയും രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം പൗണ്ടിന് അതിൻ്റേതായ ഒരു സ്ഥാനം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്തെന്നത്, അവർ ഒരു ഡെഫിസിറ്റ് രാജ്യമായി മാറുകയാണ് പിന്നീട്. കാരണം അവർക്ക് കടമുണ്ട്. പിന്നെ അവർക്ക് സാമൂഹിക സുരക്ഷയിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം യുദ്ധം അവരെ കാര്യമായി തകർത്തു. ഇതൊന്നും പോരാതെ അവരുടെ പൊൻതൂവലായിരുന്ന ഇന്ത്യ പോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പം തീർച്ചയായിട്ടും ഭാവിയിൽ ഇതിൻ്റെ സുരക്ഷിതത്വം കുറവായിരിക്കുമെന്ന് വിചാരിച്ച് പൗണ്ട് അങ്ങ് മാറുകയാണ്. അപ്പോഴാണ് ഈ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് അമേരിക്കൻ അധീശത്വം എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഈ കാര്യം അന്ന് രൂപപ്പെട്ട് വരുന്നത് യുദ്ധത്തിൻ്റെ ആ സമയത്തും യുദ്ധം കഴിയുന്ന ആ സമയത്തും. അപ്പോൾ ഡോളറിന് ആ ഒരു സ്ഥാനം കൈവരികയാണ് അല്ലേ. ഒരു 1940കളുടെ മധ്യകാലം മുതൽ തന്നെ ഡോളറിന് ഒരു സ്ഥാനം വരികയാണ്. അപ്പോഴും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സ്വർണത്തിൽ നിന്നും പൗണ്ടിലേക്ക് വന്നിട്ട് പൗണ്ടിൽ നിന്നും ഡോളറിലേക്ക് എത്തുമ്പോഴും സങ്കല്പത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് അവിടെ റിസർവ് കറൻസിയായി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സ്ഥലത്തേക്ക് കുറേ സമ്പത്ത് ശേഖരിക്കുന്നു, എന്തെങ്കിലും ഒരു മീഡിയത്തിലായിരിക്കും ആ സമ്പത്തിനെ നിങ്ങൾ ഈ റിസർവിലേക്ക് മാറ്റുന്നു.
എന്തുകൊണ്ട് അതിനെ റിസർവ് എന്ന് വിളിക്കുന്നു? നിങ്ങൾ 2026 മാറ്റി അവിടെ വച്ചു കഴിഞ്ഞിട്ട് ഇത് 2030 എടുത്ത് നോക്കിയാൽ അതിൻ്റെ മൂല്യം ഒരിക്കലും കുറയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അത് ഒരു റിസർവ് കറൻസി അല്ലെങ്കിൽ ഒരു റിസർവ് മൂലധനമായി മാറുന്നത്. അപ്പം അങ്ങനെ ഒരു റിസർവ് മൂലധനമായിരുന്ന സ്വർണം അത് അവിടെ നിന്ന് മാറി ഒരു കറൻസിയായി പൗണ്ടാവുന്നു, അവിടെ നിന്ന് ഒരു മാറി അതൊരു ഡോളർ ആവുന്നു, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുവരെയും എല്ലാം ഓക്കെയാണ്. എന്നാൽ എക്കണോമിക്സിൽ ഒരു പുതിയ ഒരു സങ്കല്പനം തന്നെ കൊണ്ടുവന്നത് ഈ നവലിബറൽ കാലഘട്ടം തുടങ്ങുന്ന സമയത്താണ്, 1970-കളിൽ. ഇപ്പോൾ 70-കൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഓയിൽ ക്രൈസിസ് ഉണ്ട്, നവലിബറലിസം ഒന്ന് ശക്തമായി വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ കാരണം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ സീരിയസ് ആയ ഈ വിദ്യാർത്ഥി പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജനങ്ങളുടെ സ്ട്രൈക്ക് ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഒരുപാട് മാറ്റങ്ങൾ അതിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. പെട്രോ ഡോളർ വരുന്നു, യൂണിയനുകൾ തകരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒട്ടനേകം കാര്യങ്ങൾ സംഭവിക്കുന്നതിനിടയിൽ വെച്ച് അവിടെ സംഭവിച്ച ഒരു കാര്യമായിരുന്നു അമേരിക്ക നടത്തിയ ഒരു ജൂഡോ മൂവ്, ഒരു ട്വിസ്റ്റ്. ഒരു സർപ്ലസ് ഇക്കോണമി, ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇക്കോണമി ആയിരുന്ന അമേരിക്ക ഒരു 10 വർഷം കൊണ്ട് ഒരു ഡെഫിസിറ്റ് ഇക്കോണമിയായി മാറുകയാണ്. ഇതും 1970-കളിലോ 80-കളിലോ നടന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു ഫ്രാക്ഷണൽ റിസർവ് ലെൻഡിങ് പോലെ അമേരിക്കൻ ഡോളറിനെ എക്സ്റ്റേണലൈസ് ചെയ്ത് പുറത്തുനിന്ന് കടമെടുക്കുന്നത്. ഇപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഒരു ഡെഫിസിറ്റ് ഇക്കോണമിയാണ്. പക്ഷെ ഒരു ഡെഫിസിറ്റ് ഇക്കോണമി ആയിരിക്കുന്ന അമേരിക്കയുടെ കറൻസിയാണ് ലോകത്ത് റിസർവ് കറൻസിയായി അറിയപ്പെടുന്നത്. ഇതൊരു 100 കൊല്ലം മുമ്പ് നമുക്ക് ഒരു തരത്തിലും ഒരു എക്കണോമിക്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാരഡൈം അല്ലായിരുന്നു, അങ്ങനെ ഒരു സങ്കല്പനമേ അല്ലായിരുന്നു. പക്ഷെ അതൊരു 70-കളിൽ സംഭവിച്ചു. അതായത് സ്വർണത്തിനോ പൗണ്ടിനോ ഇല്ലാതിരുന്ന ഒരു പ്രത്യേക സവിശേഷത ഡോളറിന് കൈവന്നു. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൗണ്ട് എപ്പോഴാണോ ഒരു ഡെഫിസിറ്റ് കറൻസിയിലേക്ക് പോകുന്നുള്ളൊരു ടെൻഡൻസി വന്നത്, ആ ടെൻഡൻസി വരുമ്പോൾ തന്നെ പൗണ്ടിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു, ഡോളർ വന്നു. പക്ഷെ ഡോളർ അങ്ങനെ ഡെഫിസിറ്റ് ആയപ്പോൾ ഡോളറിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഡോളർ പൂർവാധികം ശക്തമായി വരികയാണ് ചെയ്തത്. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരവസ്ഥ. ഒരു 1980 മുതൽ 2020 വരെ എന്നൊക്കെ നമുക്കിപ്പോൾ പറയാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതാണ് അതിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്കിപ്പോൾ ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ പറയും ഇതോടെ അമേരിക്കയുടെ ഡോമിനേഷൻ തീർന്നു, അമേരിക്കയുടെ ഡോമിനേഷൻ അവസാനിക്കുകയാണ്, ഇനി ചൈനയുടെ യുഗമാണ്, അല്ലെങ്കിൽ ഇനി ബ്രിക്സിൻ്റെ യുഗമാണ്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ യുഗമാണ്. ഇങ്ങനെയുള്ള പലവിധ കോമഡികളും കാണാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കറൻസി, ഒരു ഡോളർ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ പൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് സമ്പത്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആളുകളിൽ സിംഹഭാഗവും ആ മൂല്യത്തിൻ്റെ പുറത്താണ് അവരുടെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇന്ന് ലോകത്ത് സമ്പന്നരായിരിക്കുന്ന പണക്കാരെല്ലാവരും തന്നെ അവരുടെ ബിസിനസ് വരുമാനം ഡോളറിലായിരിക്കും. എന്തുകൊണ്ട്? അതാണ് റിസർവ് കറൻസി. എവിടെയെങ്കിലും പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴിച്ചിട്ട പോലെ വല്ല സ്വിസ് ബാങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഡോളറിൽ ഡിനോമിനേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് എല്ലാവർക്കും ഏറ്റവും സേഫ്. അപ്പോൾ ഈ ഡോളറിനെ മാറ്റി മറ്റെന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തുള്ള സമ്പന്നന്മാരുടെ എല്ലാവരുടെയും സമ്പത്തിനെതിരെയാണ് നിങ്ങൾ പൊരുതുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അത്ര എളുപ്പമായ കാര്യമേ അല്ല. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെപ്പറ്റി ഒരു തീരുമാനത്തിലെത്താൻ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അധീശത്വം ഉടനെയൊക്കെ അങ്ങ് പോകുമെന്ന്. അതങ്ങനെ പോകാനുള്ള സാഹചര്യമല്ല. ഇനിയൊരു 25 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയാണ് ശരിക്കും നമ്മൾക്ക് ട്രംപിലേക്ക് തിരിച്ചൊന്ന് നോക്കേണ്ടത്. ആക്ച്വലി ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഗവൺമെൻറ്, ഇത് ട്രംപ് എന്നൊരു വ്യക്തിയാണോ അതോ ഒരു ഗവൺമെൻറ് ആണോ, ആരാണ് ഇത് തീരുമാനിക്കുന്നത്, അങ്ങനെയൊന്നുള്ള അത്രയും ഇൻഫർമേഷൻ എനിക്കില്ല. പക്ഷെ നമ്മൾ നോക്കിയാൽ നമുക്കിപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ആ ഡെഫിസിറ്റ് റിസർവ് കറൻസി എന്ന് പറയുന്ന ആ ഒരു പാരഡോക്സിനെ കൂടുതൽ പാരഡോക്സിക്കലാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇനി അവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രംപ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അമേരിക്കൻ ഐക്യനാടുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇടതുവശത്തും വലതുവശത്തും മാപ്പിൻ്റെ ഈസ്റ്റിലും വെസ്റ്റിലും നമ്മൾ കാണുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നിൽക്കുന്നത്. വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരങ്ങളെല്ലാവരും, ഇപ്പോൾ ഈ കാലിഫോർണിയ ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും അങ്ങനെയുള്ള നഗരങ്ങളെല്ലാം വരുന്നത്. എന്നാൽ അതേസമയം ഈ നടുക്ക് കിടക്കുന്ന ഈ ഭാഗങ്ങളിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ പറ്റിയും ഓയിലിനെ പറ്റിയും പിന്നെ കുറേ കൃഷിയും ഒക്കെ ആയിട്ട് നിലനിന്ന് പോകുന്ന ചില സംസ്ഥാനങ്ങളല്ല സ്റ്റേറ്റുകളാണ്. അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷനും കുറവാണ്, അവിടെയുള്ള ആളുകൾ കൂടുതൽ ക്രിസ്ത്യനാണ്, കൂടുതൽ കൺസർവേറ്റീവാണ്, അങ്ങനെയുള്ള ആളുകളാണ്. ഇവരാണ് ട്രംപിൻ്റെ വോട്ടർ ബേസ്. അപ്പോൾ ട്രംപ് എന്ത് കാര്യം കാണിച്ചിട്ടാണ്, നമുക്ക് കോമാളിത്തരമാണെന്നാണെങ്കിലും ഇക്കണോമിക് കോമാളിത്തരമാണ്,
എക്കണോമിക് മണ്ടത്തരമാണ്, ഇങ്ങനെയുള്ള എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അടിസ്ഥാനപരമായി അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തെ വോട്ട് ചെയ്ത ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ളൊരു പടിയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ആ നടുക്ക് കിടക്കുന്ന ആളുകളുടെ ആഗ്രഹത്തിലുള്ള കാര്യമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ ടാരിഫുകൾ കണ്ടു. എന്താ അവരുടെ ടാരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് നവലിബറലിസത്തിന് ഘടകവിരുദ്ധമാണ്. നവലിബറലിസത്തിൻ്റെ സുൽത്താൻമാരെല്ലാവരും ഇപ്പോൾ അങ്ങ് ഒളിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലായിട്ട്. കാരണം അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എവിടെയെങ്കിലും കർഷകർക്ക് ഒരിത്തിരി സബ്സിഡി കൊടുത്താൽ വലിയ പ്രശ്നമാകുന്ന ആളുകൾക്കൊന്നും ട്രംപ് ടാരിഫ് വഴി ട്രേഡിനെതിരെ പോകുന്നത് കണ്ടിട്ട് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ്. എന്തായാലും മടങ്ങി വരാം. അപ്പം ഈ ടാരിഫ് പോലെയുള്ള ഇങ്ങനെ ഒരു സാധനത്തിലൂടെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര നിലവാരം കുറഞ്ഞ മാനുഫാക്ചറിങ് ആണെങ്കിലും അമേരിക്കയുടെ ഉൾനാടൻ സംസ്ഥാനങ്ങളിലുള്ള നിലവാരം കുറഞ്ഞ മാനുഫാക്ചറിങ്ങിന് ഒരു മാർക്കറ്റ് മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് അവിടെ, ടാരിഫ് വഴി ബാക്കിയുള്ളതിന് ഉപരോധിച്ചുകൊണ്ട്. അത് നടക്കൂല എന്നുള്ള വേറെ വിഷയമാണ്. പക്ഷെ അതാണ് അവിടെ ട്രൈ ചെയ്യുന്നത്. ഇത് ട്രൈ ചെയ്ത ശേഷം അടുത്ത പടി എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാന കാര്യം. ഇത് ട്രംപോട് കൂടി അങ്ങ് പോകുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന വിഷയം. അടുത്ത പടിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഡോളർ ഇനി ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസിയായി മാറാൻ പോവുകയാണ്. അതായത് എന്താണ് ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസി എന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയ മാനുഫാക്ചറിങ് ബേസുള്ള കറൻസികളുണ്ട്. ജാപ്പനീസ് യെൻ, അല്ലെങ്കിൽ ചൈനീസ് യുവാൻ, പിന്നെ സൗത്ത് കൊറിയയുടെ വോൺ, ഇങ്ങനെയുള്ള കറൻസികളുണ്ട്. അപ്പോൾ അവരെങ്ങനെ വെച്ചാൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും. അതായത് എവിടെയെങ്കിലും കറൻസിയുടെ മൂല്യം ഇത്തിരി കൂടുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ മൂല്യത്തെ പിടിച്ചു കുറയ്ക്കും. കാരണം ആ എക്സ്പോർട്ട് മാർക്കറ്റ് അതേപടി പിടിച്ച് നിർത്താനായിട്ട് അവരതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അത് കറൻസി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് പ്രകടമായി ഒരു കൊറോളറി പോലെ വരുന്നൊരു കാര്യം എന്താണ്, അതിനൊരിക്കലും റിസർവ് കറൻസി ആവാൻ പറ്റില്ല, ഇല്ലേ? ലോക റിസർവ് കറൻസി ആവാൻ പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ ഒരു 1,00,000 രൂപയ്ക്ക് തുല്യമായ ഒരു ഡോളർ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച ശേഷം പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞ് 90,000 ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റിസർവ് ആക്കുമോ? ആക്കില്ല, ആക്കാൻ സാധ്യതയില്ല, ഇല്ലേ? ഇതുകൊണ്ടാണ് ഇത്രയും കാലം അങ്ങനെ ഭയങ്കരമായൊരു ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസി ആയിട്ട് ഡോളർ ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ ഒരു മാനുഫാക്ചറിങ് സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസി ആയേ പറ്റൂ, അല്ലാതെ നിവർത്തിയില്ല. ഇപ്പോൾ ഈ ലോക മാനുഫാക്ചറിങ്ങിൽ അതിന് നിവർത്തിയില്ല. അപ്പോൾ ഇപ്പോൾ ട്രംപ് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ടാരിഫിലൂടെ മാനുഫാക്ചറിങ്ങിന് ചെറുതായി ഒന്ന് സർജ് അപ്പ് ചെയ്ത് അതിനൊന്ന് ചെറുതായി ഒന്ന് ഉയർത്തിയ ശേഷം ഡോളറിൻ്റെ ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസി സ്ട്രക്ചർ തന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും അത് റിസർവ് കറൻസി ആയിരിക്കുമോ ഇല്ലയെന്ന്. തീർച്ചയായിട്ടും അത് റിസർവ് കറൻസി ആയിരിക്കും. അതായത് അവർ അതും പുൾ ഓഫ് ചെയ്യും. ലോകത്ത് എങ്ങനെയാണോ അങ്ങനെ ഒരു പുതിയ സംജ്ഞ, അതായത് ഡെഫിസിറ്റായ ഒരു റിസർവ് കറൻസി, പെട്രോ ഡോളർ എന്ന് പറഞ്ഞ ഒരു വസ്തു കൊണ്ട്, അല്ലെങ്കിൽ പെട്രോളിയത്തിൽ ട്രേഡിങ് ചെയ്യുന്ന എല്ലാവരും ഡോളറിൽ ചെയ്യട്ടെ എന്നുള്ള ഓരോ നിയമങ്ങൾ കൊണ്ട്, അലിഖിത നിയമങ്ങൾ കൊണ്ട്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ട് അവർ എങ്ങനെയാണോ അത് ഏൽപ്പിച്ചത്, അതേ രീതിയിൽ തന്നെ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസിയും അടുത്ത ഒരു 10 വർഷം കൊണ്ട് വരുത്താനുള്ള രീതിയിലാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ട്രംപ് അതിനൊരു തുടക്കം മാത്രമായിരിക്കും. ഇപ്പോൾ ഒരു സമയത്ത് റിച്ചാർഡ് നിക്സൺ ഈ ഡെഫിസിറ്റിൻ്റെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് റിച്ചാർഡ് നിക്സൺ ഇംപീച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. മറ്റ് സ്കാൻഡലുകൾ കാരണമാണെങ്കിൽ ഇംപീച്ച് ചെയ്യപ്പെടുകയാണ്. അന്ന് അദ്ദേഹം വില്ലനായിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന പ്രസിഡന്റുമാരും ഒരു 1-2 ടേം കഴിഞ്ഞ ശേഷം അതേ വഴിക്ക് തന്നെ പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. 2016-19 ട്രംപ് ഈ ഇറാൻ്റെ ന്യൂക്ലിയർ ഡീൽ വലിച്ചേറി എറിഞ്ഞതിന് ശേഷം ബൈഡൻ വന്ന ശേഷം അതിനെ റിവേഴ്സ് ചെയ്യുകയല്ല ചെയ്തത്. ഒബാമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു ന്യൂക്ലിയർ ഡീലിനെ ട്രംപ് മാറ്റിമറിച്ചെങ്കിലും ബൈഡൻ വന്നു, അതിനെപ്പറ്റി കുറെ സംസാരിച്ചെങ്കിലും ഒന്നും മുമ്പോട്ട് പോയില്ല. അതങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രസിഡന്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെങ്കിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം അതേപടി നിലനിൽക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഒരു റിസർവ് കറൻസി ഫ്രീ ഫ്ലോട്ടിംഗ് കറൻസിയായി മാറുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അത് എക്കണോമിക്സിൽ ഇനി വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇതുവരെ ആർക്കും അറിയില്ല. നമ്മൾ കുറേ സമ്പത്ത് ഉണ്ടാക്കി വയ്ക്കുകയും പെട്ടെന്ന് ആ സമ്പത്തിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്നത്. അപ്പം ഇന്ത്യ കുറേ ഡോളർ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ആ ഡോളറിൽ ഇങ്ങനെ മൂല്യം അല്ലെങ്കിൽ നമുക്ക് ഇത്ര ബാരൽ എണ്ണ വേണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഡോളർ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് റിസർവ് കറൻസി ആയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കേണ്ടത് എണ്ണയുടെ വില മാത്രമാണ്. എണ്ണയുടെ വില ഭാവിയിൽ കൂടുകയാണെങ്കിൽ കൂടുതൽ ഡോളർ വേണം, കുറവ് ഡോളർ വേണം എന്നൊരു കണക്ക് മാത്രം. ഇനി ഡോളറിൻ്റെ വില കുറയുന്നതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് റിസർവ് കറൻസി ആയിട്ട് ഡോളർ വച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ആ അവസ്ഥയിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കോമാളിത്തരവുമില്ല. ഇതൊരു കാൽക്കുലേറ്റഡ് ഒരു മൂവ് തന്നെയാണ്. അത് ഭാവിയിൽ ഇനി അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ വ്യക്തമായിട്ട് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യ പോലെയുള്ള വളരുന്ന ഇക്കോണമികൾ കണ്ടു തുടങ്ങാൻ പോകുന്നത്.